ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നും നമ്മുടെ ലെറ്റ്സ് പ്ലേ വേൾഡിലാണ് എത്തിയിരിക്കുന്നത്. അതുപോലെ ഇന്ന് നമ്മൾ പണി ചെയ്യാൻ പോകുന്നത് ഫാക്ടറി ഐലൻഡിലാണ്. ഒറ്റൊരു എപ്പിസോഡ് 4 ഫാം. അങ്ങനെ ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? കുറുക്കറെ തിന്നിട്ട് വാടേ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് 4 ഫാമാണ്. അതിൽ 3 മാനുവലാണ്, 1 മാത്രം ഓട്ടോമാറ്റിക് ആണ്. അപ്പോൾ 4 ഫാം ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ലിസ്റ്റ് നമ്മൾ സൈഡിലാണെങ്കിൽ എഴുതി കാണിക്കുക. അപ്പോൾ ഏതൊക്കെയെന്ന് വെച്ചാൽ ഒന്നാമത്തെ ഫ്ലവർ ഫാം, അതായത് നമ്മൾ ഡൈയിന് വേണ്ടിയിട്ട് ഫ്ലവർ ഫാം. പിന്നെ മൂന്നാമത്തേത് എന്ന് പറഞ്ഞാൽ സ്റ്റോൺ ഫാം. എനിക്ക് ഈ വേൾഡിൽ ഏറ്റവും ആവശ്യമുള്ളൊരു സാധനമാണിത്. കാരണം ഞാൻ ഈ ഫാക്ടറിയിൽ തന്നെ കുറേ എന്ന് പറഞ്ഞാൽ സ്റ്റോൺ യൂസ് ചെയ്തിട്ടുണ്ട്, അതായത് സിമെൻറ്റിൻ്റെ ഒരു ടച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇതൊക്കെ കളക്ട് ചെയ്ത് എവിടുന്നാന്ന് വെച്ചാൽ രണ്ട് ആ കാണുന്ന നിങ്ങൾക്ക് കാണിച്ചു തരാം. അവിടെ ഒരു വലിയൊരു മല ഉണ്ടായിരുന്നു കണ്ടാ, അത് ഞാൻ ഫുള്ള് കുത്തിപ്പൊളിച്ചിട്ടാണ് ഇതിനുള്ള ബ്രിക്കും കാര്യങ്ങളും ഉണ്ടാക്കിയത്. അപ്പോൾ അതിന് വേണം പിന്നെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ കോൺക്രീറ്റ് കൺവേർട്ടർ. പിന്നെ പല ബിൽഡിങ്ങിനൊക്കെ കോൺക്രീറ്റ് എന്ന് പറഞ്ഞ സാധനം കിടിലനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കോൺക്രീറ്റ് വേണം. അപ്പോൾ ഈ കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുമ്പോൾ പൗഡറായിട്ടാണ് കിട്ടുക, സോളിഡ് ബ്ലോക്ക് ആയിട്ടല്ല കിട്ടുക. അപ്പോൾ അത് നമ്മൾ വെള്ളത്തിൽ വെച്ച് പൊട്ടിക്കുന്നതിന് പകരം ഒരു ചെറിയ അതിനൊരു ഫാം. പിന്നെ അതായത് നാലാമത്തെ ഫാം, അവസാനത്തെ ഫാം എന്ന് പറഞ്ഞാൽ നമ്മുടെ മഡ് ഫാം. അതുകൊണ്ട് നമുക്കൊരു മഡ് ബ്ലോക്ക് ഉണ്ടാക്കാം. അതും ഈ മെഡീവൽ ബിൽഡ് ടൈപ്സിനൊക്കെ കിടിലൻ സാധനമാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ പതിവ് പോലെ എപ്പോഴും അതിന് വേണ്ടിയിട്ടുള്ള റിസോഴ്സും കാര്യങ്ങളും ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഫ്ലവർ ഫാമിന്, ഇത് നമ്മുടെ മഡ് ഫാമിന്, ഇത് കോൺക്രീറ്റ് കൺവേർട്ടറിന്, ഇത് നമ്മുടെ സ്റ്റോൺ ഫാമിന്. അപ്പോൾ ഇവിടെയാണ് ഞാൻ ആദ്യത്തെ നമ്മുടെ ഫ്ലവർ ഫാം ഉണ്ടാക്കാൻ പോകുന്നത്. അതൊന്ന് ഞാൻ കണ്ണടച്ച് തുറന്നാൽ മതി. ഇതാണ് നമ്മുടെ ഫാം എന്ന് പറയുന്നത്. ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. എങ്ങനെയെന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു ലിവർ കണ്ടു, ഇതിപ്പോൾ ഓണാക്കുന്നില്ല, ഞാൻ കാണിച്ചു തരാം. ഈ ലിവർ ഓണാക്കിയ ബാക്കിലുള്ള ഈ സ്റ്റിക്കി പിസ്റ്റൺ ഈ ഒബ്സർവറിനെ ഇങ്ങോട്ട് ഉന്തും. അപ്പോൾ ഈ ഒബ്സർവർ പവറാവും. അപ്പോൾ റെഡ് സ്റ്റോൺ വരും, പൊന്തി വരും, ഇവിടെ ഫുള്ള് പവറായി. ഇതിങ്ങനെ നിങ്ങൾക്കറിയാം, സിമ്പിൾ പരിപാടിയാണ്. അപ്പം ഞാൻ ഇവിടെ നമുക്ക് ബോൺ മീൽ ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന 4 ഫ്ലവേഴ്സാണ്. പിന്നെ മറ്റേ ചെറി ബ്ലോസത്തി ബയോമിൻ്റെ അടിയിലൊരു സാധനം ഉണ്ട്, അത് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. കിട്ടുമ്പോൾ നമുക്ക് സെറ്റാക്കാം. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെ ഞാൻ കാണിച്ചു തരാം. വർക്കിംഗ് ഇതാ കണ്ടാ, ഇങ്ങനെ ഇതിപ്പോൾ ഫുള്ള് കളക്റ്റായി വരും. കാരണം ഇതിൻ്റെ അടിയിൽ നമ്മൾ വെച്ച ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ മഡ് ബ്ലോക്കാണ്. ഈ മഡ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ ബ്ലോക്ക് അല്ല, അതൊരു മുക്കാൽ സൈസുള്ളൊരു ബ്ലോക്കാണ്. അപ്പോൾ അടിയിൽ എന്ത് വെച്ചാലും ഓപ്പറാണോ മൈൻകാർട്ടാണോ, ഞാൻ ഓപ്പറ വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് വെച്ചാലും അത് നേരെ കളക്റ്റ് ആയിട്ട് ഇങ്ങനെ ഈ ചെസ്റ്റിൽ വന്നിരിക്കും. ഇതാണ് നമുക്ക് ബോൺമീൽ ഉണ്ടാക്കാം. പിന്നെ മറ്റേ എന്തെങ്കിലും പറയാം, മറ്റേ സാധനം നമ്മളെ ഡൈ ഉണ്ടാക്കാം. പിന്നെ അടുത്ത നമ്മുടെ ഫാം ഇതാ, ഞാൻ ഇങ്ങനെ തല ഇറക്കിയത് ഇവിടെ വരും. അങ്ങനെ ഫൈനലി ഇതാണ് നമ്മുടെ ബിൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബിൽഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റോൺ ഫാമാണ്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ നേരായിട്ട് പൊട്ടിച്ചെടുക്കാം. ഇങ്ങനെ നമ്മൾ സിൽക്ക് ടച്ച് കൊണ്ട് പൊട്ടിക്കുകയാണെങ്കിൽ നമ്മുടെ സ്റ്റോൺ നമുക്ക് കിട്ടും. മറിച്ച് നിങ്ങളൊരു ഫോർച്യൂൺ പിക്കാക്സ് കൊണ്ട് ഇങ്ങനെ പൊട്ടിക്കുകയാണെങ്കിൽ കുറച്ച് കോബിൾ സ്റ്റോൺ ഇങ്ങനെ വരും. അപ്പോൾ അതാണ് ഈ ഒരു ഫാം എന്ന് പറയുന്നത്. ചെറിയൊരു സിമ്പിൾ ഫാമാണ്. പിന്നെ അടുത്ത നമ്മുടെ ഫാം ഇതാ ഇവിടെ വരും. നമ്മുടെ മൂന്നാമത്തെ ബിൽഡ്, അതായത് കോൺക്രീറ്റ് കൺവേർട്ടർ. അപ്പോൾ ഇത് എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, നമ്മുടെ കോൺക്രീറ്റ് വർക്കാവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കോൺക്രീറ്റ് ഉണ്ടായി കിട്ടുന്നത് പൗഡർ രീതിയിലാണ്. അതായത് അങ്ങനെ ചാടും, അത് എത്ര വെച്ചാൽ ഇതിങ്ങനെ ചാടും. അപ്പോൾ ഇത് സോളിഡ് ആവണമെങ്കിൽ ഈ പൗഡർ നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്യണം. അപ്പോൾ അതാണ് ഈ ഫാം എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കോൺക്രീറ്റും കാര്യങ്ങളും ഒക്കെ ഇതിലിങ്ങനെ വെച്ചെടുക്കുക. എത്ര കോൺക്രീറ്റ് ആണ് അതൊക്കെ വെച്ചെടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് മെയിനായിട്ട് എന്നിട്ട് കുറച്ച് കോൺക്രീറ്റ് നിങ്ങളെ കയ്യിലും വെച്ചെടുക്കണം. കുറച്ച് കോൺക്രീറ്റ് അത് വെച്ചെടുത്തിട്ട് നിങ്ങളെ പിക്കാക്സ് കയ്യിൽ വെച്ചിട്ട് നേരെ അതിൽ ഫോക്കസ് ചെയ്യുക. എന്നിട്ട് പൊട്ടിക്കുക, ഇങ്ങനെ പൊട്ടിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ മേലെ വെച്ച കോൺക്രീറ്റ് പൗഡറൊക്കെ നമ്മളെ കൈക്ക് ഇങ്ങനെ ചാടാൻ തുടങ്ങും. അത് ഞാൻ ഇപ്പോൾ പല കളറ് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള കളർ വെക്കാം. ഇപ്പോൾ പല കളർ ആയതുകൊണ്ടാണ്, ഈ സെയിം കളറാണെങ്കിൽ നമ്മുടെ കൈക്ക് തന്നെ കയറിക്കൊണ്ടിരിക്കും. കണ്ടാ, ഇനി നമുക്ക് ചെസ്റ്റ് തുറന്ന് നോക്കാണ്ട. ഞാൻ ഇപ്പോൾ കണ്ട മജന്ത കോൺക്രീറ്റ് ആണ്, മറ്റേന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് പൗഡർ ആയിരിക്കും. അപ്പോൾ അത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തിരിച്ച് നമ്മൾ ദീക്കനായിട്ട് വെച്ചെടുക്കാം. കണ്ടാ, കോൺക്രീറ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഇതും കൂടി കൂട്ടിയിട്ട് ഇപ്പോൾ നമുക്ക് മൊത്തം 48 കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഫാം ഇത് മാനുവലാണ്. ഇതിൻ്റെ ഓട്ടോമാറ്റിക് ഒക്കെ യൂട്യൂബിൽ ഇരിക്കുന്നുണ്ട്. ഞാൻ പിന്നെ മാനുവൽ ഉണ്ടാക്കിയാണ്, അതിന് മാത്രമുള്ള സ്പേസ് ഉള്ളൂ ഇവിടെ. അപ്പോൾ ഇനി അടുത്ത ഫാം എന്ന് പറയുന്നത് നമ്മുടെ മഡ് മേക്കറാണ്. അപ്പോൾ അതിൻ്റെ ഏരിയ ഇവിടെ ആയിട്ട് വരും. അപ്പോൾ അതും കൂടി നമുക്ക് ഉണ്ടാക്കാം.
അങ്ങനെ ഫൈനലി നമ്മളെ ഈ ഒരു 4ാമത്തെയും ലാസ്റ്റത്തതുമായ ഫാമിൻ്റെ പണി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കണ്ടാ ഈ ഫാം എന്ന് പറഞ്ഞാൽ മഡ് ബ്ലോക്ക് ഫാമാണ്, അതറിയാലോ. അപ്പോൾ ഈ ഒരു ഫാമോട് കൂടി നമ്മുടെ ഫാക്ടറി ഐലൻഡിൽ ഈ ഒരു 4 ഫാമുകളോട് കൂടി 15 ഫാമായി. അത് തന്നെ ഈ ഭാഗത്ത് ഈ ഫാം നല്ല സ്യൂട്ടായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ എന്താ കണ്ടല്ലോ, അപ്പോൾ ഈ 4 ഫാമും കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയും കാര്യങ്ങളെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. ആദ്യം തന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു ബ്ലോക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇവിടെ പതുക്കെ ചെയ്യുക. ഈ ക്ഷമയില്ലാത്തവർക്ക് പറ്റിയ ഫാമല്ല കേട്ടോ, ഇന്നെ പോലെ ക്ഷമൊക്കെ വേണം. അപ്പോൾ എന്ത് ചെയ്യുക, പിന്നെ സൗണ്ടിന് എന്തെങ്കിലും പ്രശ്നം ക്ഷമിക്കുക, ചെറുതായിട്ട് ജലദോഷമുണ്ട്, സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. അപ്പോൾ ഇവിടെ ഈ ബ്ലോക്ക് വെക്കുക. അപ്പോൾ ഇത് ഉള്ളു, പിന്നെയും ബ്ലോക്ക് വെക്കുക. പതുക്കെ ചെയ്യുക. എന്തിനാ ഇപ്പം ഇത്ര ധൃതിയതാ, നമുക്ക് കല്യാണമൊന്നുമില്ലല്ലോ. പതുക്കെ ചെയ്യുക. അങ്ങനെ ചില സമയത്ത് നമ്മൾ സ്പീഡ് ചെയ്യുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചിലത് ഡേർട്ടായിട്ട് തന്നെ അങ്ങനെ പോവും. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇതൊന്ന് ഫുള്ള് ചെയ്തിട്ട് ഇത് വേണ്ട. അപ്പോൾ കണ്ടില്ല ഞങ്ങൾ ഇവിടെ ഫുള്ള് മഡ് ബ്ലോക്ക് വന്നിട്ടുണ്ട്. ഇതിൻ്റെ വർക്കിംഗ് കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇതിമ ബ്ലോക്ക് വെക്കുമ്പോൾ ആ ബ്ലോക്കിന് പവർ കിട്ടും. ആ പവർ കിട്ടുമ്പോൾ ഈ റെഡ് സ്റ്റോൺ പവർ ആവും. അങ്ങനെ ഈ റിപ്പീറ്റർ വഴി മേലൊക്കെ എത്തുന്നു, ഈ പിസ്റ്റൺ ഉന്തുന്നു. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഈ റെഡ് സ്റ്റോൺ വഴി തന്നെ ഇതിൽ നിന്ന് മറ്റേ വാട്ടർ ബോട്ടിൽ പമ്പാകും. പിന്നെ നോക്കണം, പിന്നെ സീനൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം മേലെ കൂടെ ഒരു വാട്ടർ ബോട്ടിൽ വന്നില്ല. നമുക്കിതിൽ വാട്ടർ നിറക്കൊന്നും വേണ്ട, അതൊക്കെ ഫുൾ അതിൻ്റെ റെഡ് സ്റ്റോൺ വർക്കാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ അതും കൂടി സെറ്റ് ചെയ്യുന്നതിന് പിന്നെ ഇവിടുന്ന് ഇത് ഫ്രണ്ട് കുന്തണത് എന്ന് പറഞ്ഞാൽ ഇവിടെ ബ്ലോക്ക് എത്തുമ്പോൾ ഇത് ഇങ്ങനെ പവറായി ഇതിങ്ങനെ ഉന്തും. പിന്നെ ഇത് ഫുൾ അതുവരെ ഉന്തി പോകുന്നില്ല. ഇതിനൊരു പിസ്റ്റൺ ഏതാണ്ട് 11 ബ്ലോക്ക് ലിമിറ്റേ ഉള്ളൂ ഉന്താൻ കഴിയുന്നത്. അപ്പോൾ അതൊന്ന് ഫുൾ ഉന്തി ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ ഞാൻ അതിൻ്റെ പുഷ് ലിമിറ്റ് വരെ എത്തിയിട്ടുണ്ട്. ഏതാണ്ട് 11-13 ബ്ലോക്കാണ് തോന്നുന്നത്. അപ്പോൾ വേണ്ട ഇവിടെ നിന്ന് ഇപ്പോൾ റെഡ് സ്റ്റോൺ പവറായി അത് അവിടെ നിൽക്കണ വേണ്ട. അപ്പോൾ ഇങ്ങനെ നിൽക്കും. പിന്നെ അതിൻ്റെ സൈഡിൽ നമുക്ക് ഡിസൈനൊക്കെ കൊടുക്കാം. ഞാൻ പിന്നെ ചെയ്തുകൊണ്ട് ഇപ്പോൾ അതിനുള്ള സമയമൊന്നുമില്ല. അതന്നെ നമ്മുടെ ഫാമിംഗ് ഐലൻഡിൽ ഇപ്പോൾ ഏതാണ്ട് മൊത്തം 15 ഫാമുകളായി. മൊത്തം 15 ഫാമുകൾ, ഓട്ടോമാറ്റിക്കും മാനുവലും കൂടിയും കൂട്ടിയിട്ട് 15 ഫാമുകളായി. അപ്പോൾ ഇന്നും ഇവിടെ ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളിൽ 4 ഫാംസ് വരും. 4 ഫാംസും അതോടുകൂടി നമ്മുടെ ഫാക്ടറി ഐലൻഡിൻ്റെ പണി കഴിഞ്ഞാലും നമുക്ക് പിന്നെയും ഇവിടെ ഒരുപാട് സ്പേസ് ഇന്നും ബാക്കിയുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ കൊള്ളുന്ന കുറച്ച് ഫാമും കാര്യങ്ങളൊക്കെ പറയാം. മാനുവൽ ആയാലും ഓട്ടോമാറ്റിക് ആയാലും ചെറുത് പറയാം. അപ്പോൾ ഇതിൽ ഉണ്ടാക്കാൻ പറ്റുമെന്നൊക്കെ നമുക്ക് നോക്കാൻ ഇവിടെ ഇത്രയും സ്പേസ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പറയാം. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഇവിടെ ഒക്കെ പിന്നെ പൈപ്പ് വരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചൊക്കെ നിങ്ങൾ പറയാം. അങ്ങനെ നമ്മുടെ 4 ഫാം കൂടി ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഈ കാണുന്ന 4-ാണ് നമ്മുടെ ഫാം എന്ന് പറയുന്നത്. യെസ്. അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് എപ്പിസോഡുകൾ മുന്നേ നമ്മൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായി നമ്മുടെ ഷുഗർ കെയിൻ ഫാം. അത് പക്ക കിടിലായി വർക്കാകുന്നുണ്ട്. അതുപോലെ ഇവിടെ നമ്മുടെ മെലൺ പ്ലസ് പംകിൻ ഫാമും മോനെ നിറഞ്ഞ് കിടിലനായി വർക്കാകുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ സൈഡിൽ നമ്മുടെ ബാംബു ഫാമും അതിപ്പോൾ ഏകദേശം എത്രയാണ് കറിഞ്ഞ ഗോളി അത്ര സ്റ്റാക്ക് ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഈ ഫാം നിറഞ്ഞ് ഇനിയിപ്പോൾ മൈൻകാട്ട് ഇവിടെ സ്റ്റോപ്പ് ആവാനുള്ളതാണ്. അങ്ങനെ അടുത്തത് നമ്മുടെ പൊട്ടാറ്റോ, ഇത് ഏതാണ്ട് നിറയാനായി. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ നമ്മുടെ ഫാം കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത എപ്പിസോഡ് ഇന്നൊരു 2 എപ്പിസോഡും കൂടിയും അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ പറയാം. അപ്പോൾ നമുക്ക് ഫാമും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കാം. ഈ മഡ് ബ്ലോക്ക് കൊണ്ട് നമുക്ക് ചെറിയ ഒരു ഉപകാരം കൂടി ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് മഡ് ബ്രിക്ക് ആക്കാൻ പറ്റും. അതിന് നമുക്ക് വീറ്റ് വേണേന്ന് അതിനുള്ള ഫാം ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു സ്റ്റാക്ക് വീറ്റ് ഇങ്ങോട്ട് എടുക്കാം. അത് നിറഞ്ഞ പെട്ടകണ നിറഞ്ഞ്. അപ്പോൾ ഈ ഒരു സ്റ്റാക്ക് വീറ്റും കൂടി എടുത്തിട്ട് ഇത് എങ്ങനെ ഉണ്ടാക്കണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിളിൽ പോയി നോക്കാം. കറക്റ്റ് അറിയില്ല. പിന്നെ ഈ ഒരു ബ്രിക്ക് കൊണ്ട് നമുക്ക് സ്റ്റെയർ ഉണ്ടാക്കാം. അങ്ങനെ പല സാധനങ്ങളും ഉണ്ടാക്കാം. പിന്നെ ഈ ബ്രിക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെഡീവൽ ഫാമിനൊക്കെ പറ്റിയ സാധനമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. മഡ് ബ്രിക്ക് അല്ലേ? ബ്രിക്ക് ഇതല്ലല്ലോ, ഈ ബ്രിക്ക് അല്ലല്ലോ, ബ്രിക്കൊന്നും കാണാനില്ലല്ലോ. ഈ ബ്രിക്കല്ല, മഡ് ബ്രിക്കാണ് നമുക്ക് വേണ്ടത്. മഡ് ബ്രിക്ക് വേണം. ഇനി പാക്കഡ് മഡ് ആദ്യം ഉണ്ടാക്കണം തോന്നുന്നു. അപ്പോൾ ആദ്യം നമുക്കൊരു 9 പാക്കഡ് മഡ് ഉണ്ടാക്കാം. 9 പാക്കഡ് മഡ് ഉണ്ടാക്കാം നമുക്ക്. 9 ഇതാണ് നമ്മുടെ മഡ് ബ്രിക്സ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ മഡ് ബ്രിക്സ് ഈ സാധനമാണ്. ഇതുകൊണ്ട് നമുക്ക് കിടിലെന്ന് പറഞ്ഞാൽ കിടില് സ്റ്റയറും കാര്യങ്ങളും ഉണ്ടാക്കാം. അതേപോലെ തന്നെ കിടിലും മെഡീവൽ ബിൽഡും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇതാണ് നമ്മുടെ ഇത് പറഞ്ഞാൽ നമ്മുടെ ബ്രിക്ക് തന്നെ. പക്ഷേ കളർ കൊണ്ടൊക്കെ നമുക്ക് മെഡീവൽ ടൈപ്പ് സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം. പണ്ടത്തതല്ലേ,
ഒരു മണ്ണൊക്കെ പിടിച്ചിട്ട് ഇത് നല്ല ബിൽഡിംഗ് ബ്ലോക്കൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. അപ്പോൾ അതിനും കൂടി ഒരു വഴിയായി നമുക്ക്. അപ്പോൾ അതൊക്കെ തന്നെ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. പിന്നെ 2 ദിവസം വീഡിയോ ഇട്ടിട്ടില്ല, കുറച്ച് ജലദോഷം പനിയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. സൗണ്ടിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. സപ്പോസ് ഇപ്പോഴും സബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറന്നവരൊക്കെ സബ് ലൈക്ക് ചെയ്യുക. അടുത്തൊരു എപ്പിസോഡുമായി കാണാം. എല്ലാവർക്കും ബൈ ബൈ ബൈ. ഇറ്റ്സ് മീ ഗെയിമിംഗ് സൈനിങ് ഔട്ട്. ബൈ ബൈ. സ്റ്റേ ട്യൂൺ, സ്റ്റേ സേഫ്. ബൈ.